मेरे प्यारे बच्चों सालब ऑनलाइन हिंदी क्लास में सबका स्वागत करता हूं। बच्चों आप ठीक है ना? എല്ലാ മക്കളും അടിപൊളിയായിരിക്കുന്നല്ലോ. യെസ്, നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ഒരു പാഠഭാഗത്തിലെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. എന്റെ എല്ലാ മക്കളും സെറ്റ് ആയിട്ട് മനസ്സിലാക്കിക്കോളൂ മക്കളെ. നോക്കൂ, റെഡി അല്ലേ? എന്താണ് നമ്മുടെ ആദ്യത്തെ ചാപ്റ്ററിന്റെ പേര്? മക്കൾ വായിച്ചേ. യെസ്, രാഗ് കി രസി അല്ലേ? അടിപൊളിയായിട്ടുള്ള ഒരു കഥയാണ്. ഇതിന്റെ ആദ്യത്തെ പാർട്ടൊക്കെ നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എൻ്റെ മക്കൾ ഓർക്കുന്നുണ്ടല്ലോ? യെസ്, അങ്ങനെയാണെങ്കിൽ എന്തായിരുന്നു നമ്മുടെ ഈ ചാപ്റ്ററിന്റെ മീനിങ് ആയിട്ട് വരുന്നത്? യെസ്, എൻ്റെ മക്കളൊന്ന് ഓർത്തു നോക്കിയേടാ. യെസ്, കറക്റ്റ് ആണ്. രാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെസ്, എന്താണ് മക്കളെ? ആഷ് ആണ് അല്ലേ? ആഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാരമാണ് അല്ലെ? രാഗ് എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. റെഡിയാണോ? അതേപോലെ ഇതിൽ വരുന്ന മറ്റൊന്നാണ് രസി അല്ലെ? രസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മക്കൾക്കറിയാം കൊയർ അല്ലേ? യെസ്. അപ്പൊ എന്താണ് നമ്മുടെ ഈ ചാപ്റ്ററിന്റെ മീനിങ് ആയിട്ട് വരുന്നത് മക്കളെ? യെസ്, രാഗ് കി രസി, കൊയർ ഓഫ് ആഷ് അല്ലേ? യെസ്, എന്താണ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തു? ഡിസ്കസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് ആര്? യെസ്, ലോൺ പോഗാർ അല്ലെ? ലോൺ പോഗാറിനെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഈ വീഡിയോയിലൂടെ ഒന്ന് അറിഞ്ഞിരിക്കാം. നോക്കാം മക്കളെ, നോക്കൂ. ലോൺ പോഗാർ തിബത്ത് കെ 32वें രാജാ സെൻ ഗവൈസൻ ഖാംബെ കെ മന്ത്രി ദേ. എന്താണ് അങ്ങനെ പറഞ്ഞാൽ? ലോൺ പോഗാർ തിബത്തിലെ 32 അല്ലെ? 32 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 32ാമത്തെ രാജാവായ സോൻ ഖവൈസൻ ഖാംബോയുടെ മന്ത്രിയായിരുന്നു. ക്ലിയർ അല്ലേ? യെസ്, അവർ തമ്മിൽ ഒരുമിച്ചുള്ള ചിത്രം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് മാഷ് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. ക്ലിയർ ആണോ? ഇതുവരെ ക്ലിയർ ആണോ? യെസ്. ഇനി നമുക്ക് എന്താണ് ലോൺ പോഗാറിന്റെ അടുത്തത് എന്ന് നോക്കാം. അപ്നി ചാലാക്കി ഓർ ഹാജിർ ജവാബി കെ ലിയേ ദൂർ ദൂർ തക് മഷ്ഹൂർ ദേ. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മക്കളെ? അദ്ദേഹം എന്താണ്? അദ്ദേഹം എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ആരാ? നമ്മുടെ ലോൺ പോഗാർ അദ്ദേഹത്തിന്റെ സാമർത്ഥ്യം കൊണ്ടും അല്ലെ? സാമർത്ഥ്യം, അപ്നി ചാലാക്കി, സാമർത്ഥ്യം എന്ന് പറഞ്ഞാൽ എന്തിനും നേരിടാനുള്ള ഒരു തന്റേടം അല്ലെ? സാമർത്ഥ്യം കൊണ്ടും ഓർ ഹാജിർ ജവാബിക്ക് പെട്ടെന്നുള്ള മറുപടി അല്ലെ? പെട്ടെന്ന് ഒരാൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ആരെടാ എന്ന് ചോദിക്കുമ്പോൾ ഞാനെടാ എന്ന് പറയാനുള്ള ഒരു പെട്ടെന്നുള്ള ഉത്തരം പറയുന്നതിലൊക്കെ അദ്ദേഹം എന്തായിരുന്നു മക്കളെ? മഷ്ഹൂർ ദേ, പ്രശസ്തനായിരുന്നു അല്ലെ? മഷ്ഹൂർ അല്ലെ? ഫേമസ് ആയിരുന്നു എന്നൊക്കെ നമുക്ക് പറയാം. ഫേമസ് അല്ലെ? ഫേമസ് ആയിരുന്നു അല്ലേ? അപ്പൊ ലോൺ പോഗാർ തിബത്തിലെ 32ാമത്തെ രാജാവായ സോൻ ഖവൈസന്റെ ഖാംബോയുടെ മന്ത്രിയായിരുന്നു. അതേപോലെ സാമർത്ഥ്യം കൊണ്ടും പെട്ടെന്നുള്ള ഉത്തരം പറയുന്നതിലും അദ്ദേഹം ആരായിരുന്നു? സമർത്ഥനായിരുന്നു, അല്ലെങ്കിൽ പ്രശസ്തനായിരുന്നു എന്ന് നമുക്ക് എന്ത് ചെയ്യാം? പറയാം. ഇങ്ങനെ സമർത്ഥനും പ്രശസ്തനൊക്കെ ആയിരുന്നെങ്കിൽ പോലും മഗർ, അതാണ് ബട്ട്, പക്ഷേ അല്ലെ? നമുക്ക് പറയാം ബട്ട്, മഗർ, അങ്ങനെയൊക്കെ ആണെങ്കിലും അദ്ദേഹം സാമർത്ഥനും പ്രഗത്ഭനും ഒക്കെ ആണെങ്കിൽ പോലും അദ്ദേഹത്തിന് ഒരു ചെറിയൊരു പ്രയാസം ഉണ്ടായിരുന്നതാണ്. ജബ് സേ ഉൻകാ ബേട്ടാ ബഡാ ഹുവാ ഥാ. എന്താണ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ മകൻ എന്ത് ചെയ്യുന്നു? ബേട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മക്കൾക്കറിയാം യെസ് സൺ അല്ലെ? അദ്ദേഹത്തിന്റെ മകൻ, ലോൺ പോഗാറിന്റെ മകൻ എന്തായിരുന്നു? ബഡാ ഹുവാദ, വലിയവനായി ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പൊ എൻ്റെ മക്കൾ ഇപ്പോൾ 5ാം ക്ലാസ്സിലാണ്. അടുത്ത വർഷം എന്ത് ചെയ്യും? ഒന്നുകൂടി വളർന്ന് 6ാം ക്ലാസ്സിലേക്ക് വരും. പിറ്റത്തെ വർഷം എന്ത് ചെയ്യും? 7ാം ക്ലാസ്സിലേക്ക് വരും. അങ്ങനെ വളർന്നു വരുന്നുണ്ട്. അപ്പം മക്കൾ വളർന്നു വരുന്നത് ഏതൊരു അച്ഛനമ്മമാരെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു പ്രയാസമാണ്. അവരുടെ ഭാവി എങ്ങനെയാകും എന്നുള്ളതൊക്കെ അവർക്ക് മുൻകൂട്ടി ചിന്തിച്ചത് കൊണ്ടൊരു ഒരു പ്രയാസം ഇങ്ങനെ അനുഭവപ്പെടും അല്ലെ? അപ്പൊ അതേപോലെ മകനെ കുറിച്ച്, മകൻ ഇങ്ങനെ വളർന്നു വരികയായിരുന്നു. ഈ മകൻ വളർന്നു വരുമ്പോൾ സ്വാഭാവികമായും എന്തുണ്ടാകും? ഉൻഖേലിയെ ചിന്താക്ക വിഷയ ബനാ ഹുവാ ഥാ. മകൻ ഇങ്ങനെ വളർന്നു വരുന്നതിനനുസരിച്ച് അദ്ദേഹത്തിന്റെ ചിന്ത, അദ്ദേഹത്തിന് അങ്ങനെ ടെൻഷൻ, മകനെ കുറിച്ചുള്ള ടെൻഷൻ ഇങ്ങനെ എന്ത് ചെയ്തു? ഉയർന്നു വന്നിങ്ങനെ തുടങ്ങി. അപ്പൊ അത് എന്തുകൊണ്ടായിരിക്കും? നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടി അല്ലെ? അതേപോലെ വേറെ പ്രയാസങ്ങളൊന്നും ഇല്ലാത്ത കുട്ടികളാണെങ്കിൽ, നല്ല സ്വൽസ്വഭാവത്തിന് നിങ്ങളെ പോലെയുള്ള കുട്ടികളാണെങ്കിൽ അച്ഛനമ്മമാർക്ക് ഒരു പ്രയാസവും ഉണ്ടാവില്ലല്ലോ. അപ്പൊ എന്നാൽ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു ടെൻഷൻ വരാൻ കാരണം? അതിന്റെ കാരണം എന്താണെന്നുള്ളതും കൂടി മാഷി പറഞ്ഞു തരാം. കാരണം ഇതായിരുന്നു. ഏതായിരുന്നു? കി വഹ് ബഹുത്ത് ഭോലാഥ. കാരണം എന്താണ്? ലോൺ പോഗാറിന് തന്റെ മകനെ കുറിച്ചുള്ള ഒരു ടെൻഷൻ വരാൻ കാരണം അവൻ ഭോലാഥ ആയിരുന്നു എന്ന് പറഞ്ഞാൽ നിഷ്കളങ്കനായിരുന്നു അല്ലെ? നിഷ്കളങ്ക ഹൃദയമുള്ള ആളായിരുന്നു. ആർക്ക് വേണമെങ്കിലും ചിലപ്പോൾ പറ്റിക്കാനൊക്കെ പറ്റൂല. ചില ആളുകളെ
നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, അങ്ങനെ പറയാറുണ്ട് അല്ലേ, അവൻ എപ്പോൾ വേണമെങ്കിലും പറ്റിക്കപ്പെടാന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇവിടെ നിഷ്കളങ്കനായിരുന്നു തൻ്റെ മകൻ, അതുകൊണ്ട് അതിൻ്റെ ഒരു പ്രയാസം ലോൻ പോകാറിന് എപ്പോഴും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ക്ലിയർ ആണോ മക്കളെ? യെസ്, ഇതിന്റെ പാർട്ട് 1 ഒക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പാർട്ട് 2 മാഷ് ലൈവിലൊക്കെ വീണ്ടും വരും. അപ്പോൾ എല്ലാവരും ലോൻ പോകാറിനെ കുറിച്ചുള്ള ഒരു കണ്ടന്റ് എൻ്റെ മക്കളുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നോ? യെസ് മക്കളെ, ഈ ലോൻ പോകാറിനെ കുറിച്ച് മാഷ് ഡിസ്കസ് ചെയ്തത് നിങ്ങളുടെ മനസ്സിൽ മറക്കാതെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ മനസ്സിൽ സ്റ്റോർ ചെയ്ത് വെക്കുക. നമുക്ക് അടുത്ത വീഡിയോയിലും അടുത്ത ലൈവിലൊക്കെ വീണ്ടും കാണാം. എല്ലാ മക്കൾക്കും നന്ദി. സബ്കാ ബഹുത് ബഹുത് ശുക്രിയ. ബൈ.